അപ്പോൾ നമ്മുടെ ചിന്നക്കനാലിൽ 3 കാട്ടുകൊമ്പന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും പിന്നെ മുറിവാലനും. അത് നമ്മുടെ ജന്മഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ തുടച്ചു നീക്കി എന്ന് പറയുന്ന പോലെ തന്നെ അരിക്കൊമ്പനെ നമ്മളിവിടുന്ന് മാറ്റി. അവന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പ്രാദേശികമായി ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചക്കക്കൊമ്പൻ്റെ കുത്തേറ്റ് മുറിവാലനും ചെരിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ അവശേഷിക്കുന്ന ഒരു ആന ചക്കക്കൊമ്പൻ മാത്രമാണ് കൊമ്പന്മാരിൽ. അപ്പോൾ അവരുടെ ടെറിട്ടറിക്ക് വേണ്ടിയുള്ളൊരു ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിലാരും കുറ്റം പറയാനില്ല. പക്ഷെ മനുഷ്യൻ്റെ ഒരു ബുദ്ധിയാണ് അവൻ്റെ കരങ്ങളാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ അവന് അതിനായ ശിക്ഷ പ്രകൃതി തന്നെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ഇവരൊരു ജീവികളാണ്. ഇവരും അവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൃഷി നശിപ്പിക്കുന്നുണ്ട്, പിന്നെ വീടുകൾ നശിപ്പിക്കുന്നു, കെട്ടിടങ്ങൾ നാശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു സംരക്ഷണം അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അതിന് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാതിരുന്നേനെ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ മരിക്കാറായ